ഏറ്റവും നല്ല കാര്യമെന്ന് പറയുന്നത് ഈ ദുരന്തമുണ്ടായി 12 മണിക്കൂറിന് മുൻപ് തന്നെ ചൂരൽമല ടൗണിൽ വൈദ്യുതി എത്തിച്ചു എന്നുള്ളതാണ്. പല ട്രാൻസ്ഫോമറുകളും തകർന്നുപോയി, വലിയ ഹൈടെൻഷൻ കേബിളുകൾ തകർന്നുപോയി. പക്ഷേ എന്നിട്ടും അവർ ആ പ്രതികൂല കാലാവസ്ഥയിലും ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്ന മഴയിലും KECB ഉദ്യോഗസ്ഥർ എടുത്ത ഒരു പരിശ്രമത്തെ തീർച്ചയായും നമ്മൾ അഭിനന്ദിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ദുരന്തബാധിത മേഖലയിൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുകയാണ്. ആകെയുള്ളത് 1000 കൺസ്യൂമേഴ്സ് ആണ്. ഇതിൽ ഏതാണ്ട് 600-ലധികം കണക്ഷനുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ദുരന്തം നടന്ന പ്രദേശത്തെ മുഴുവൻ വീടുകളിലും ഇവർ എത്തിയിരിക്കുകയാണ്. ഓക്കെ, TV പ്രസാദാണ് നമുക്കൊപ്പം ഉള്ളത്. TV പ്രസാദിൻ്റെ റിപ്പോർട്ട് കൂടി നമുക്കൊന്ന് കാണാം. TV പ്രസാദ്, KECB പ്രവർത്തകരുടെ പരിശ്രമത്തെ എത്ര അഭിനന്ദിച്ചാലും നമുക്ക് മതിയാവില്ല. ഓരോ മനുഷ്യരുടെയും പരിശ്രമത്തെ നമുക്ക് അഭിനന്ദിക്കേണ്ടതുണ്ട്. എങ്കിൽ പോലും ഇപ്പോൾ ഈ പുഞ്ചിരിമട്ടം ഭാഗമൊക്കെ അതീവ ദുഷ്കരമായ ഭാഗമാണ്. പലയിടത്തും പോസ്റ്റുകൾ പോലും ഉണ്ടാവില്ല. ഒട്ടേറെ ശ്രമകരമായ ജോലിയായിരിക്കുമല്ലേ ആ കണക്ഷൻ ഇനി പുനഃസ്ഥാപിക്കുക എന്നുള്ളത്? അരുൺ, സ്മൃതി, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെയാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് ഏറ്റവും പ്രധാനം തന്നെയാണ് വൈദ്യുതി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഉരുൾപൊട്ടൽ തുടങ്ങിയ സമയത്ത് തന്നെയാണ് വൈദ്യുതി ബന്ധം ഇവിടെ താറുമാറായി തുടങ്ങിയതും. ഇതിലൊരു പ്രത്യേകതയുള്ളത്, സാധാരണ നമ്മൾ കണ്ടുമുട്ടുന്ന സന്നദ്ധ പ്രവർത്തകരായാലും പോലീസ് ഉദ്യോഗസ്ഥരായാലും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരായാലും അവരേതെങ്കിലും ഒരു പ്രദേശം മാത്രം കണ്ടവരാണ്. പക്ഷേ ഇവർ ഈ മേപ്പാടി സെക്ഷൻ ഓഫീസിൻ്റെ കീഴിൽ വരുന്ന 1000 കൺസ്യൂമേഴ്സ് ഉണ്ട്. അതിൻ്റെ അർത്ഥം 1000 മുറികളുണ്ട്, ലയത്തിലെ മുറികളുണ്ട്, അല്ലെങ്കിൽ 1000 വീടുകളുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അതിൽ 600 എണ്ണവും തകർന്നു എന്നതാണ്. അതായത് KECBയുടെ ഇവിടുത്തെ കണക്ക് പ്രകാരം 600 വീടുകൾ തകർന്നിട്ടുണ്ട്. ഈ 600 വീട്ടിലും എത്തിയ മേപ്പാടി സെക്ഷനിലെ ഓവർസിയർ അബ്ദുൾ സലീം, അതുപോലെ മേപ്പാടി സെക്ഷനിലെ ലൈൻമാൻ അയൂബ്, ഇവർ 2 പേരാണ് നമ്മളോടൊപ്പം ഉള്ളത്. മാത്രമല്ല അരുൺ, സ്മൃതി, നമ്മളൊന്നും ഓർക്കേണ്ടത്, ഏറ്റവും കൂടുതൽ ആളുകളെ കണ്ടത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ദുരന്ത പ്രദേശങ്ങളിലേക്ക് പോയവരാണ് ഇവർ 2 പേരും. പല കാഴ്ചകളുണ്ട് ഇവരുടെ മുന്നിൽ. ഇപ്പോൾ ആകെ 1000 കൺസ്യൂമേഴ്സ് അല്ലേ? ഇപ്പോഴെന്താ നടക്കുന്നത് ഇനിയിപ്പോൾ? ഇപ്പോൾ നമുക്ക് സപ്ലൈ ഏതാണ്ട് ഈ ഫ്ലഡ് നടന്നതിൽ അതുമാത്രം ഒഴിവാക്കി ബാക്കി എല്ലാ ഭാഗങ്ങളും നമ്മൾ സപ്ലൈ റെഡിയാക്കിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇങ്ങോട്ടേക്ക് നമുക്ക് അപ്പോഴേക്ക് പാസ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങളൊന്നുമില്ല. ലൈന് പൊട്ടിക്കിടന്നത് പുതിയ പോസ്റ്റ് ഇട്ടിട്ട് ഏപ്പോളൊക്കെ ഇട്ടിട്ട് ലൈന് പിടിച്ചിട്ട് ക്ലിയർ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു ടൈം അവിടെ വേസ്റ്റ് ആയിട്ടുണ്ട്. അതിനുവേണ്ടി ഇന്നലെ ഏപ്പോൾ നമ്മളെ പാലത്തിൻ്റെ അപ്പുറത്ത്, ഇന്നലെയാണ് പാലത്തിൻ്റെ പണി കഴിഞ്ഞത്. അപ്പോൾ ഇനി ആ ട്രക്കിൽ കയറ്റി ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം. സാധാരണ വണ്ടി കൊണ്ടുവരാൻ പറ്റുന്നതല്ല, വലിയ പോസ്റ്റാണ്. ഈ ദുരന്തം തുടങ്ങിയ പുഞ്ചിരിമട്ടം മുതൽ അങ്ങ് താഴെ വരെയുള്ള മേപ്പാടി സെക്ഷനിലെ പ്രദേശത്ത് നിങ്ങൾക്ക് ആകെ എത്ര വീടുകളാണുള്ളത്? അതിൽ എത്ര വീടുകൾ ആകെ നിങ്ങളുടെ കണക്കിൽ നഷ്ടപ്പെട്ടു? മേപ്പാടി സെക്ഷനിൽ മൊത്തത്തിലുള്ളത് ഇവിടെ ദുരന്തഭൂമിയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഫ്ലഡ് നടന്ന സ്ഥലത്തായിട്ട് ഒരു 1000-ഓളം കൺസ്യൂമർ ഉണ്ട്. ആ ചുറ്റുവട്ടങ്ങളിലായിട്ട് എത്ര വീടുകൾ? 600-ഓളം വീടുകളാണ് നമ്മൾ ഇന്നലെ ഏകദേശ കണക്കെടുത്തതിൽ. ഒരു 600-ഓളം വീട് നമ്മൾ ഫ്ലഡിൽ പോയിട്ടുണ്ട്. നിങ്ങളുടെ ഒരു പ്രയത്നത്തിൽ എത്ര ദിവസം കൊണ്ട് ഇത് എന്തായാലും തകർന്ന വീടുകൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ബാക്കി താമസിക്കാൻ യോഗ്യമായവരിലേക്ക് എത്ര ദിവസം കൊണ്ട് എത്തിക്കാൻ പറ്റും? അത് ഇന്ന് തന്നെ ക്ലിയർ ചെയ്യും. ഇന്ന് തന്നെ മാക്സിമം ക്ലിയർ ചെയ്യും. അതിനുള്ള പണികൾ നമ്മൾ ഇന്ന് തന്നെ ചെയ്യാൻ ശ്രമിക്കും. ഇന്നത്തേക്ക് ഈ ദുരന്ത ബാധിത ഭൂമിയിൽ ഏകദേശം പൂർണ്ണമായി വൈദ്യുതി എത്തും നിങ്ങളുടെ ദുരന്ത ഭൂമിയിൽ നമുക്ക് നമ്മുടെ അങ്ങ് പുഞ്ചിരിമട്ടം മുതൽ താഴെ വരെയുള്ള പ്രദേശത്തേക്ക് അങ്ങോട്ടേക്ക് സപ്ലൈ എന്തായാലും ഇപ്പോൾ പുനഃസ്ഥാപിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം എപ്പോൾ ഇട്ടിട്ട് ലൈന് പിടിക്കാനുണ്ട്. ലൈന് പിടിച്ച് റെഡി ആക്കിയിട്ട് വേണം നമുക്ക് കൊടുക്കാൻ. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ആ ഭാഗത്തേക്കുള്ള സപ്ലൈ ഇപ്പം നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതൊരു 1-2 ദിവസത്തിനുള്ളിൽ നമ്മൾ മാക്സിമം ക്ലിയർ ചെയ്യും. ഈ 1000 വീട് നിൽക്കുന്നിടത്തും എത്തിയിട്ടുണ്ട്. ഒരുപാട് കാഴ്ചകളുണ്ട്. നേരത്തെ ഒരു കാഴ്ചയെ കുറിച്ച് പറഞ്ഞായിരുന്നു, സങ്കടമാണ്. എന്തായിരുന്നു അതൊന്ന് പ്രേക്ഷകരോട് പറയാം. നേരത്തെ പറഞ്ഞില്ലേ ഒരു കൈ? ഞങ്ങളവിടെ അതിൻ്റെ ഇടയ്ക്ക് ലൈൻ്റെ ഇതൊക്കെ നോക്കാൻ വേണ്ടി വെറുതെ ഒന്ന് കാണാൻ വേണ്ടി മേലെ പോയതാണ്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഒരു കുറച്ച് മുടിയൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട് അവിടെ. പിന്നെ നമ്മളതൊന്ന് അവിടെ നിന്ന് തോണ്ടി നോക്കി നോക്കുമ്പോൾ ഒരു കഴി മാത്രം, ബാക്കിയുള്ളതൊക്കെ നമ്മൾ കുറച്ച് മാന്തി നോക്കി. അപ്പോൾ ഒന്നും ബാക്കിയൊന്നുമില്ല, ഒരു കഴി മാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൊണ്ടുവന്ന് ഇവിടെ ഏൽപ്പിച്ചു കൊടുത്ത്. ഇപ്പോൾ ഈ ചില വീടുകൾ ഇരിക്കുന്നിടത്ത് വീടില്ലല്ലോ, മണ്ണ് മാത്രം. അത് കാണുമ്പോൾ എന്താ തോന്നുന്നത്? എന്താ നമ്മൾ പറയുക, അതിനെക്കുറിച്ച് നമുക്കൊന്നും പറയാനില്ല. കാരണം വെച്ചാൽ നമ്മൾ സ്ഥിരമായിട്ട് പോയിരുന്ന ഓരോ റീഡിങ്ങിനും മറ്റുള്ള പല ആവശ്യത്തിന് നമ്മൾ പോയിരുന്ന വീടുകളാണ്. ഇപ്പോൾ ആ വീട് ശരിക്കും വന്നാൽ എവിടെ വീട് തന്നെ പോലും നമ്മൾ അറിയില്ല. ഇപ്പോൾ അവിടെ നമ്മളിപ്പോൾ പ്രദേശം ഒരു പ്രദേശമാണ്. ഇപ്പോൾ എവിടെയാണ് വീട് എന്താണെന്നൊന്നും ഇപ്പം നോക്കിയാൽ മനസ്സിലാവില്ല. ഈ ലൊക്കേഷനിൽ ഇന്നലെ വന്ന് ഞങ്ങൾ 7ഓളം മീറ്റർ റീഡേഴ്സ് വന്നിട്ടാണ്. നമുക്ക് മീറ്റർ റീഡേഴ്സാണ് ഇവിടുത്തെ എല്ലാ വീടുകളിലായിട്ട് കയറി ഇറങ്ങി റീഡിങ് എടുക്കുന്നത്. അവർക്കാണ് ഈ വീടുകൾ എവിടെയാണെന്നുള്ളത് നമുക്ക് പറഞ്ഞു തരാൻ പറ്റുന്നത്. അവരെ കൂട്ടി ഇന്നലെ വന്നിട്ട് കംപ്ലീറ്റ് ചെക്ക് ചെയ്ത് നോക്കും. അവർക്ക് തന്നെ ഈ സ്ഥലങ്ങൾ മനസ്സിലാകാത്തൊരു അവസ്ഥയിലാണ് ഉള്ളത്.
അവരാണ് പറഞ്ഞത് 600ഓളം കൺസ്യൂമേഴ്സ് ഇപ്പം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ളത്. പുഞ്ചിരിമട്ടത്തേക്ക് 100 ചില്ലറയോളം കൺസ്യൂമേഴ്സ് ഉണ്ടായിരുന്നില്ലേ, 6 കൺസ്യൂമേഴ്സ് ഇപ്പോൾ ഓരോരുത്തർക്ക് എടുക്കാനുള്ളതിൽ. സലീംക്ക, ഈ വരുന്ന കണക്കുകളൊന്നും അല്ല അല്ലേ യഥാർത്ഥ? അതിൽ കൂടുതൽ വരും. മരിച്ചവർ നമുക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. എൻ്റെ ഫാമിലി തന്നെ ഉണ്ട് ഇതിനകത്ത്. എൻ്റെ വൈഫിന് ഞാൻ ഈ നാട്ടിൽ നിന്നാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്, സൂചിപ്പാറ ഭാഗത്തു നിന്നാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. എൻ്റെ വൈഫിൻ്റെ ആങ്ങളേൻ്റെ വൈഫിൻ്റെ ആൾക്കാർ ഇതിനകത്ത് 6 പേരെങ്ങാണ്ട് പെട്ടിട്ടുണ്ട്. എൻ്റെ ജ്യേഷ്ഠൻ്റെ വൈഫിൻ്റെ ആൾക്കാർ ഇതിനകത്ത് പെട്ടിട്ടുണ്ട്. അവരൊന്നും തിരിച്ച് കിട്ടിയിട്ടില്ല. ഒക്കെ ഭയങ്കര സങ്കടമാണ്. ഞങ്ങൾ വിളിച്ചു നോക്കുന്നുണ്ട്, പക്ഷെ ആരും എവിടെയും കോൺടാക്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണുള്ളത്. പിന്നെ ബന്ധുക്കളും കൂട്ടത്തോടെ പോയല്ലോ, ആരന്വേഷിക്കേ? എൻ്റെ വൈഫിൻ്റെ ആൾക്കാർ തന്നെ ഇവിടുന്ന് താമസം മാറിപ്പോയിരിക്കുകയാണ്. അവിടുന്ന് മാറി പോകാൻ പറഞ്ഞാൽ അവർ മാറിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ. ഇപ്പം ഞങ്ങൾ തന്നെ ഇന്നലെ വന്നിട്ട് മേലെ ഭാഗത്ത് പുഞ്ചിരിമട്ട ഭാഗത്തേക്ക് പോകുന്നിടത്ത് മണ്ണിനുള്ളിൽ നിന്ന് വെള്ളം മേലോട്ടേക്ക് എടുക്കുകയാണ്. അപ്പോൾ അവർ തന്നെ പെട്ടെന്ന് തിരിച്ചു പോവുകയാണ് ചെയ്തത്. കാരണം അത്രയും കൺസ്യൂമേഴ്സിനെ നമുക്ക് അവിടെ കവർ ചെയ്യാൻ പറ്റിയിട്ട് ഇത്രയും ആൾക്കാർ പോയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കിട്ടി. മീറ്റർ ഡേയ്സും സൂപ്രണ്ടും പിന്നെ നമ്മളെ സബ് എഞ്ചിനീയേഴ്സൊക്കെ വന്നിട്ട് കംപ്ലീറ്റ് അവരിവിടെ ചെക്ക് ചെയ്ത് എത്ര പേര് പോയിട്ടുണ്ട് എന്നുള്ളത് ഏകദേശം നമ്മൾക്കൊരു 600ൻ്റെ മേലെ ആൾക്കാർ പോയിട്ടുണ്ട് എന്നുള്ള ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് നമ്മളിവിടുന്ന് തിരിച്ചു പോയി. ഇനി കംപ്ലീറ്റ് അവിടെ നമ്മൾ രജിസ്റ്ററിൽ കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷം നമുക്ക് ബാക്കി ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അയ്യൂബ്, ഇപ്പം മരണത്തിൻ്റെ കണക്ക് പറയുന്ന ഒരു 300ഒക്കെയാണ്, കാണാതായ ഒരുപാട്. അതൊന്നുമല്ല, അതിലൊക്കെ കൂടുതൽ പോകും. ആദ്യം എന്നോട് എൻ്റെ റിലേറ്റീവ് വിളിച്ച് പറഞ്ഞ് പിന്നെ അളിയ ഒരു 40ഓളം വീട് പോയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷെ നേരം വെളുത്തപ്പോഴേക്ക് 40 അതിനേക്കാളും കൂടുതലായി. ഇപ്പോൾ അതിനേക്കാളും കൂടുതലാണ്. 200 ചില്ലറ ബോഡി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്നലെ നമ്മളെ ഒരു വർക്ക് കേസായിട്ട് ഇവിടെ നിൽക്കുന്ന ഒരു ബീരാൻ കണ്ട് പുള്ളി പറഞ്ഞു എൻ്റെ വീടിൻ്റെ മുമ്പിൽ നിന്നാണ് കുറേ ബോഡി കിട്ടിയത്. അതും രാവിലെ ആയിട്ടാണ് കിട്ടിയത് എന്നാണ്. ഇത് പുറമേക്ക് പോവുകയാണ്. ബോഡി പുറമേക്ക്. ഇപ്പോൾ ഇവിടുന്ന് നേരെ താഴേക്ക് സൂചിപ്പാറ എന്ന് പറയുന്നത് ഒരുപാട് താഴ്ചയുള്ള സ്ഥലത്താണ്. അവിടെ തന്നെ താഴേക്ക് പോയി ഒഴുകിപ്പോയതിൻ്റെ 2 അരികിലൊക്കെ ആയിരിക്കും അല്ലേ? അതെ, 2 സൈഡുകളിലൊക്കെ ആയിരിക്കും കൂടിയും കിടക്കണൊക്കെ. ഇവിടെ ഉണ്ടാവില്ല, കുറച്ച് ലോങ് ആയിരിക്കാം. അല്ലാണ്ട് കിട്ടുമോ സലീംക്ക ആളുകൾ? മാക്സിമം കിട്ടും. പക്ഷേ എന്നാലും നമുക്ക് പറയാൻ കഴിയില്ല. മണ്ണിൻ്റെ അടി പോയത് നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാൻ കഴിയില്ല. കുറേ കിട്ടും. ഇപ്പോൾ പുത്തുമല തന്നെ പോയത് നമുക്ക് ആരെയും കിട്ടിയിട്ടില്ല. അധികം ആളെയും അതിനുള്ളിൽ തന്നെയാണ് ഉള്ളത്. അതുപോലെ ഈ ലയങ്ങളിൽ ഒരുപാട് ഇതര സംസ്ഥാന തൊഴിലാളികളുണ്ട്. ഇപ്പം നമ്മൾ അവരുടെ കണക്ക് പറയുന്നില്ല. ഒന്നും കിട്ടൂല, കണക്കൊന്നും കിട്ടൂല. അവരുടെ കണക്കേ ഉണ്ടാവും. കണ്ട് ഉത്തരാഖണ്ഡ് പിന്നെ HML എസ്റ്റേറ്റിലായിട്ട് അവർ കൃത്യമായിട്ടുള്ള കണക്കും കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടാവും. എല്ലാവരും ഉണ്ടാവില്ല. കാരണം എന്ന് വെച്ചാൽ ലേബേഴ്സിനെ പുറമേ നിന്ന് കൊണ്ടുവന്നിട്ട് മറ്റുള്ളവരാണ് ഇവിടെ ജോലിക്ക് നിർത്തുന്നത്. അതാരാണ് എന്താണ് എന്ന് ഒന്നും ഇനി കിട്ടൂല. ആരായാലും കിട്ടൂല. ഇനി പോയത് പോയി. ഇതേമാതിരിയാണ് കഴിഞ്ഞ തവണത്തെ ചൂരൽമല ഉണ്ടായിരുന്നത്. നമ്മൾ തുടക്കത്തിൽ തന്നെ സംശയിച്ചിരുന്നു ഈ കണക്ക് ഒന്നും അല്ല എന്നുള്ളത്. വ്യാപ്തി ഒരുപാട് ഇതിൽ കൂടുതൽ വരും. 600 വീട് പോയിട്ടുണ്ട്. ഈ 600 വീട് പോയതിൽ തന്നെ ചുരുങ്ങിയത് ഒരു 4 പേരെ വെച്ച് കൂട്ടിയാൽ നമുക്ക് എത്ര പേരുണ്ടാവും? പോയില്ലേ? വളരെ അപൂർവം പേർക്ക് മാത്രമാണ് ഓടി രക്ഷപ്പെടാൻ പറ്റും. അതെ, കുറഞ്ഞ ആൾക്കാർക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. എന്നാണ് ഇതിൽ ഈ ചെറിയ രീതിയിൽ ഒരു പൊട്ടൽ വന്നപ്പോൾ തന്നെ എൻ്റെ റിലേറ്റീവ് ഇവിടെ പോലീസിലാണ്. പുള്ളീനോട് ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ ചെറുങ്ങനെ രീതിയിൽ വെള്ളം കലങ്ങി വരുന്നുണ്ട്, മാറാൻ വേണ്ടി പറഞ്ഞു. അരുൺ പറഞ്ഞതിൽ നിന്ന് ഏതാണ്ട് വ്യക്തമായിട്ടുണ്ടാവും. അബ്ദുൾ സലീമാണ് ഓവർസിയർ, ലൈൻമാൻ അയ്യൂബാണ്. അതായത് ഇവരുടെ ഒരു പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1000 വീടുകളിലേക്കും കയറിപ്പോയവരാണ്. അതായത് അതിൽ 600 വീടുകളും തകർന്നു എന്നുള്ളതാണ് ഇവർ വിശദീകരിക്കുന്നത്. ഇവരുടെ വാക്കുകളിലുണ്ട് ഈ പുറത്തു വരുന്ന കണക്കൊന്നുമല്ല എന്നുള്ളത്. ലയങ്ങളിൽ താമസിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ എത്ര എന്നുള്ളത് സംബന്ധിച്ച് ആർക്കും ഒരു ധാരണയുമില്ല. റീഡിങ്ങിനൊക്കെ പോകുന്നതാണല്ലോ, അപ്പോൾ കൃത്യമായിട്ട് അറിയാം എത്ര വീടുകൾ.